ഓക്കേ. അപ്പൊ നിങ്ങൾ തന്ന ഈ രേഖകൾ ഞാൻ ശരിക്കും ഒന്ന് നോക്കി. സത്യം പറഞ്ഞാൽ ഇതൊരു ജോലിയുടെ കുറിപ്പാണെന്ന് തോന്നുന്നേയില്ല. ഓഹോ, ഇതൊരു പുതിയ ലൈഫ് സ്റ്റൈലിലേക്കുള്ള ഒരു മാപ്പാണ്. അതെ. ആ ഒരു 9-5 ജോലിയിൽ നിന്ന് പുറത്തു കടന്ന് ലോകം മുഴുവൻ ഓഫീസാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കുള്ള ഒരു വഴികാട്ടി പോലെ. അതെ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സ്കൂബ ഡൈവിംഗ് ഒരു കരിയറായി തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ്. അതെ, ആ വാക്ക് ലൈഫ് സ്റ്റൈൽ, അതിലാണ് ശരിക്കും കാര്യം. പക്ഷെ അതിന് വേറൊരു വശം കൂടിയുണ്ട്. അതെന്താണ്? ഇതൊരു സ്വപ്നം മാത്രമല്ല, കോടിക്കണക്കിന് ഡോളർ മാർക്കറ്റുള്ള അതിവേഗം വളരുന്ന ഒരു വലിയ ഇൻഡസ്ട്രി കൂടിയാണ്. നിങ്ങളുടെ ഈ റിസർച്ചിൽ ആ രണ്ട് ലോകവും ഒരുമിച്ച് വരുന്നുണ്ട്, പാഷനും പ്രൊഫഷനും. എങ്കിൽ നമുക്ക് ആ ലൈഫ് സ്റ്റൈലിൽ നിന്ന് തുടങ്ങിയാലോ? എന്തുകൊണ്ടാണ് ഒരാൾ ഇങ്ങനെ കടൽനടിയിലൊരു ജോലി തിരഞ്ഞെടുക്കുന്നത്? എന്തായിരിക്കും കാരണം? ഇതിലെ ആദ്യത്തെ പോയിന്റ് കിഡിലനാണ്. ഓഫീസ് ഡെസ്ക് മാറ്റിയിട്ട് കടലിനെ ഓഫീസാക്കുക. ശരിയാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മുടെ നാട്ടിലെ കൂട്ടുകാരോടൊക്കെ എന്റെ ഇന്നത്തെ മീറ്റിംഗ് മാലിദ്വീപിലെ ഒരു പവിഴപ്പുറ്റിന്റെ അടുത്തായിരുന്നു എന്ന് പറയുന്നൊരു മൊമെന്റ്. അതൊരു സ്റ്റാറ്റസ് മാത്രമല്ല, നിങ്ങളുടെ റിസർച്ചിൽ പറയുന്ന പോലെ പ്രകൃതിയുമായി അത്രയും അടുത്തിടപഴകുമ്പോൾ ഒരു പ്രത്യേകതരം ഉത്തരവാദിത്ത ബോധം വരും. ഓരോ തവണ വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോഴും നമ്മൾ വേറൊരു ലോകത്തേക്കാണ് ചെല്ലുന്നത്. അവിടുത്തെ ജീവികളെ കാണുന്നു, അവയുടെ ആവാസ വ്യവസ്ഥയെ മനസ്സിലാക്കുന്നു. ശരിയാണ്. അപ്പോ നമ്മൾ വെറും കാഴ്ചക്കാരനാവുന്നതിനു പകരം അതിന്റെ ഒരു കാവൽക്കാരനാണെന്ന തോന്നല് വരും. അത് കിട്ടുന്ന സംതൃപ്തി വളരെ വലുതാണ്. അതെ, യാത്രകൾ, സാഹസികത, പുതിയ ആളുകൾ, ഫിറ്റ്നസ് എല്ലാം ഇതിന്റെ ഭാഗമാണ്. തീർച്ചയായും. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ പലരും വിചാരിക്കും ഇതൊരു ചെറിയ ഹോബി സെക്ടർ അല്ലേ എന്ന്. ഇതിൽ നിന്നൊക്കെ ജീവിക്കാനുള്ള വരുമാനം കിട്ടുമോ? ഒരു സംശയം സ്വാഭാവികമാണ്. അവിടെയാണ് നിങ്ങളുടെ നോട്ടിലെ ആ കണക്ക് എന്നെ ശരിക്കും ഒന്ന് ഞെട്ടിച്ചത്. ആ മാർക്കറ്റ് സൈസിന്റെ കാര്യമാണോ? അതെ. നമ്മളൊക്കെ വിചാരിക്കും ഇതൊരു ചെറിയ എന്തൊരു സാഹസിക വിനോദത്തിന്റെ ബിസിനസ്സാണെന്ന്. പക്ഷെ റിപ്പോർട്ട് പറയുന്നത് ഇതൊരു $5.02 ബില്യൺ. അതെ, ഏകദേശം 40,000 കോടി രൂപയ്ക്ക് മുകളിൽ വരും. അവിശ്വസനീയം. ഇതൊരു ചെറിയ കളിയല്ല. അതാണ് പോയിന്റ്. ആ സംഖ്യ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉറപ്പെന്താണ്? ഇതൊരു സീസണൽ വന്നു പോകുന്ന ഒരു ട്രെൻഡല്ല. ഓക്കെ, ഇതൊരു സുസ്ഥിരമായ വളരുന്ന കരിയർ ഓപ്ഷനാണ്. പ്രതിവർഷം ഒരു 5.4% വളർച്ചയുണ്ട്. 5% കൂടുതൽ. അതെ. ലോകത്ത് 30 ദശലക്ഷത്തിലധികം സർട്ടിഫൈഡ് ഡൈവർമാരുണ്ട്. കോവിഡിന് ശേഷം ടൂറിസം വീണ്ടും പഴയ ശക്തിയിലേക്ക് വന്നതോടെ നല്ല ട്രെയിനിംഗ് കിട്ടിയ ഡൈവിംഗ് പ്രൊഫഷണലുകൾക്ക് ലോകമെമ്പാടും വലിയ ഡിമാൻഡാണ്. അപ്പൊ 2032 ആവുമ്പോഴേക്കും ഈ മാർക്കറ്റ് ഇനിയും വളരുമെന്നാണ് പറയുന്നത്. അതെ, അതാണ് പ്രവചനം. അപ്പോ അവസരമേ കുറയില്ല, കൂടുകയുള്ളൂ എന്ന് സാരം. ഓക്കെ, അപ്പൊ സംഭവം കൊള്ളാം. പക്ഷേ എവിടെ തുടങ്ങും? കടലിൽ പോയി ചാടിയാൽ മതിയോ? ഇല്ലില്ല. ഈ പാഡി എന്ന പേര് നിങ്ങളുടെ കുറിപ്പുകളിൽ പലതവണ വരുന്നുണ്ട്. എന്താണിതിന്റെ പ്രാധാന്യം? വേറെയും സംഘടനകളില്ലേ? നല്ല ചോദ്യം. വേറെയുമുണ്ട്. പക്ഷെ പാഡിയെ ഈ രംഗത്തെ ഒരു ഗ്ലോബൽ പാസ്പോർട്ട് എന്ന് പറയാം. ഗ്ലോബൽ പാസ്പോർട്ട്? അതെ. പ്രൊഫഷണൽ അസോസിയേഷൻ ഓഫ് ഡൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡൈവിംഗ് ട്രെയിനിംഗ് ഓർഗനൈസേഷനാണിത്. ഓക്കെ. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇവരെ ലോകം മുഴുവൻ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്തുന്നു. അതായത് നിങ്ങൾ കേരളത്തിൽ പഠിക്കുന്ന അതേ സുരക്ഷാ നിയമങ്ങളും ടെക്നിക്കുകളുമാണ് കരീബിയനിലും പഠിപ്പിക്കുന്നത്. അത് കൊള്ളാം. അതുകൊണ്ട് ഒരു പാഡി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ ലോകത്തെ എവിടെയുമുള്ള 6600-ലധികം ഡൈവ് സെന്ററുകളിൽ ജോലിക്ക് അപേക്ഷിക്കാം. ആ ഒരു വിശ്വാസതയാണ് അതിന്റെ ശക്തി. എന്നൊരു ഫ്ലോ ചാർട്ട് ഉണ്ട്. അതൊന്ന് വിശദീകരിക്കാമോ? ഒരു തുടക്കക്കാരൻ എങ്ങനെയാണ് ഈ ഗോവണി കയറിപ്പോകുന്നത്? സിമ്പിളാണ്. ആ ഗോവണിയുടെ ആദ്യത്തെ പടി അതാണ് ഓപ്പൺ വാട്ടർ ഡൈവർ. ഓപ്പൺ വാട്ടർ. അതെ, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടിക്കറ്റ്. ഡൈവിങ്ങിന്റെ ബേസിക്സ് ഒക്കെ പഠിച്ച് ആദ്യമായി കടലിനടിയിലെ ആ ഒരു ലോകം കണ്ട് ശരിക്കും പറഞ്ഞാൽ അതിനോട് ഇഷ്ടത്തിലാവുന്ന ഒരു സ്റ്റേജ്. ഇതൊരു ഹോബി ലെവലാണ്. അവിടെ നിന്നാണ് പ്രൊഫഷണൽ യാത്ര തുടങ്ങുന്നത്. അടുത്ത പടി ഡൈവ് മാസ്റ്റർ ആണല്ലേ? ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഗൗരവം വരുന്നുണ്ട്. അതെ, അവിടെയാണ് കളി മാറുന്നത്. ഡൈവ് മാസ്റ്റർ ആവുന്നതോടെ നിങ്ങളൊരു പ്രൊഫഷണലായി. ഓക്കെ. സർട്ടിഫിക്കറ്റുള്ള മറ്റ് ഡൈവർമാരെ ഗൈഡ് ചെയ്യാനും ഇൻസ്ട്രക്ടർമാരെ സഹായിക്കാനും നിങ്ങൾക്ക് യോഗ്യതയായി. നിങ്ങൾ ഹോബിയിൽ നിന്ന് പണം സമ്പാദിക്കാൻ തുടങ്ങുന്ന ഘട്ടമാണിത്. നിങ്ങളൊരു ലീഡറായി മാറുന്നു. ഓക്കെ. അപ്പോൾ ഡൈവ് മാസ്റ്റർ ഒരു ഗൈഡാണ്, പക്ഷേ മറ്റൊരാളെ പഠിപ്പിക്കാൻ യോഗ്യതയാവുന്നില്ല. ഇല്ല. അതിനാണ് അടുത്ത പടി ഓപ്പൺ വാട്ടർ ഇൻസ്ട്രക്ടർ.
നിങ്ങളുടെ നോട്ട്സ് പറയുന്നത് ഈ ഇൻഡസ്ട്രിയുടെ നട്ടെല്ല് ഇൻസ്ട്രക്ടർമാരാണെന്നാണ്. കൃത്യമാണ്. കാരണം പുതിയ ഡൈവർമാരെ ഉണ്ടാക്കുന്നത് ഇൻസ്ട്രക്ടർമാരാണ്. ശരിയാണ്. ഈ ഇൻഡസ്ട്രി വളരണമെങ്കിൽ നല്ല ഇൻസ്ട്രക്ടർമാർ വേണം. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള തസ്തികയും ഇതാണ്. മറ്റൊരാൾക്ക് കടലിനടിയിലെ അത്ഭുതലോകം കാണിച്ചു കൊടുക്കുന്നതിലെ സന്തോഷം, അതാണ് ഒരു ഇൻസ്ട്രക്ടറുടെ ഏറ്റവും വലിയ പ്രതിഫലം. ഇതിന്റെ ഏറ്റവും മുകളിലുള്ള പദവി കോഴ്സ് ഡയറക്ടർ എന്നാണ് കാണുന്നത്. അതെന്താണ് സംഭവം? കോഴ്സ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ടർമാരുടെ ഇൻസ്ട്രക്ടർ. ഓ, ടീച്ചർമാരുടെ ടീച്ചർ. അതെ. നിങ്ങൾ അടുത്ത തലമുറയിലെ ഡൈവിംഗ് ടീച്ചർമാരെ പരിശീലിപ്പിക്കുന്നു. അതാണ് പാഡി സിസ്റ്റത്തിലെ ഏറ്റവും ഉയർന്ന പദവി. അതിന് നല്ല എക്സ്പീരിയൻസ് വേണമല്ലോ. അതല്ലേ? തീർച്ചയായും. വർഷങ്ങളുടെ അനുഭവ പരിചയവും കഠിനാധ്വാനവും വേണം. ശരി. അപ്പോൾ ഇൻസ്ട്രക്ടറായി ഇനി എവിടെയൊക്കെ ജോലി കിട്ടും? നിങ്ങളുടെ നോട്ടിൽ ചില ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തേത് ഡൈവ് റിസോർട്ടുകളാണ്. അതെ. തായ്ലാന്റ്, ബാലി, ആൻഡമാൻ. കേൾക്കാൻ തന്നെ ഒരു സുഖമുള്ള സ്ഥലങ്ങൾ. അതാണ് ഏറ്റവും സാധാരണമായ വഴി. പക്ഷെ അതെല്ലാവർക്കും പറ്റണമെന്നില്ല. അതെന്താ? സ്ഥിരമായി ഒരേ സ്ഥലത്ത് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന, ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന, സ്ഥിരമായ ഒരു ജീവിതം ഇഷ്ടപ്പെടുന്നവർക്ക് റിസോർട്ടുകൾ നല്ലതാണ്. ഓരോ ദിവസവും പുതിയ ടൂറിസ്റ്റുകൾ വരും, അവരെ പഠിപ്പിക്കാം, ഗൈഡ് ചെയ്യാം. അപ്പോ അടങ്ങിയിരിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കോ? അവർക്കാണ് ഈ ക്രൂയിസ് ഷിപ്പുകൾ, അല്ലേ? ലോകം ചുറ്റി സഞ്ചരിച്ച് ജോലി ചെയ്യുക. അതെ. പക്ഷേ അതിന് വേറൊരു സ്വഭാവം വേണം. എപ്പോഴും യാത്ര, പുതിയ പുറമുഖങ്ങൾ, പുതിയ ആളുകൾ, കുറച്ചുകൂടി ഔട്ട് ഗോയിങ് ആയിരിക്കണം. കൊള്ളാം. ലോകം കാണാനും പണം സമ്പാദിക്കാനും ഒരേ സമയം സാധിക്കുന്ന ഒരു സുവർണാവസരമാണിത്. ഓരോ രാജ്യത്തും ഇറങ്ങി അവിടത്തെ കടലിൽ ഡൈവ് ചെയ്യാനുള്ള അവസരം കിട്ടും. ഇതിൽ എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യമുണ്ട്: കൺസർവേഷൻ പ്രോജക്റ്റുകൾ. അതെ. വെറുമൊരു ജോലി എന്നതിലുപരി സമുദ്രത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാകാൻ കഴിയുക എന്നത് വലിയ കാര്യമാണ്. പവിഴപ്പുറ്റുകൾ വെച്ചുപിടിപ്പിക്കുക, കടലാമകളെ സംരക്ഷിക്കുക. തീർച്ചയായും. മറൈൻ ബയോളജിസ്റ്റുകളോടൊപ്പം പ്രവർത്തിക്കാനും ശാസ്ത്രീയമായ പഠനങ്ങളിൽ പങ്കാളിയാകാനും ഇതിലൂടെ സാധിക്കും. അപ്പോ അതിന് ശാസ്ത്രം പഠിക്കണമെന്നുണ്ടോ? വേണ്ട. ഡൈവിംഗ് സ്കിൽ മതി. കടലിനെ സ്നേഹിക്കുന്ന, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇതിലും നല്ലൊരു അവസരം കിട്ടാനില്ല. നിങ്ങളുടെ ജോലി ഭൂമിക്കൊരു മുതൽക്കൂട്ടാവുകയാണ് അവിടെ. ഈ പറഞ്ഞതെല്ലാം കരയിലൊരു ബേസുള്ള ജോലികളാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ, നിങ്ങളുടെ നോട്ടുകളിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ജീവിതശൈലിയുണ്ട്: ലൈവ് എബോർഡ്. എന്താണത്? ലൈവ് എബോർഡ് അതൊരു പ്രത്യേക ലോകമാണ്. അങ്ങനെയാണോ? ആഴ്ചകളോ മാസങ്ങളോ കടലിൽ തന്നെ ജീവിക്കുന്ന ആഡംബര ബോട്ടുകളാണിവ. ഒരു ക്രൂ മെമ്പർ എന്ന നിലയിൽ നിങ്ങളുടെ വീട് ആ ബോട്ടായിരിക്കും. ഓക്കേ. സാധാരണ ടൂറിസ്റ്റുകൾക്ക് എത്താൻ പറ്റാത്ത വിദൂരമായ അതിമനോഹരമായ ഡൈവിംഗ് സൈറ്റുകളിലേക്കായിരിക്കും യാത്ര. അപ്പോഴെപ്പോഴും കടലിൽ, കരയുമായി വലിയ ബന്ധമില്ലാത്ത ഒരു ജീവിതം. അതെ. ഇതിന്റെ സാമ്പത്തിക വശം വളരെ രസകരമാണ്. അതെങ്ങനെ? നിങ്ങളുടെ ഏറ്റവും വലിയ 2 ചെലവുകൾ, താമസവും ഭക്ഷണവും, പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. ഓ, അത് ശരിയാണല്ലോ. ബോട്ടിൽ തന്നെ താമസിക്കാം, ഭക്ഷണം ഫ്രീയാണ്. അതുകൊണ്ട് സമ്പാദിക്കുന്നതിന്റെ ഒരു 70 മുതൽ 80% വരെ മിച്ചം പിടിക്കാമെന്ന് നിങ്ങളുടെ രേഖകളിൽ വ്യക്തമായി പറയുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഇത് വേറൊരു ജോലിയിലും കിട്ടാത്തൊരു സൗകര്യമാണ്. വരുമാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പരിചയസമ്പന്നനായ ഒരു ഇൻസ്ട്രക്ടർക്ക് ശമ്പളവും ടിപ്പും എല്ലാം കൂടി ഏകദേശം എത്ര കിട്ടും? കുട്ടികളിൽ ഒരു റേഞ്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം $1500 മുതൽ ഒരു $3000 വരെ പ്രതിമാസം നേടാൻ സാധിക്കും. അതായത് 1.25 ലക്ഷം മുതൽ 2.5 ലക്ഷം രൂപ വരെ. അതെ. അത് ജോലി ചെയ്യുന്ന രാജ്യം, നിങ്ങളുടെ എക്സ്പീരിയൻസ്, ബോട്ടിന്റെ നിലവാരം എന്നിവ അനുസരിച്ച് മാറും. ചിലവില്ലാതെ ഇത്രയും തുക സമ്പാദിക്കാൻ പറ്റുന്നത് അത് വലിയ കാര്യമാണ്. ശമ്പളം മാത്രമല്ല, വിസ സ്പോൺസർഷിപ്പ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, ഓരോ സീസൺ കഴിയുമ്പോഴും പുതിയൊരു രാജ്യത്തേക്ക് മാറാനുള്ള അവസരം, ഇതൊക്കെ വലിയ ബോണസുകളാണ്. വളരെ ശരിയാണ്. ഇതെല്ലാം കേൾക്കുമ്പോ കൊള്ളാം. പക്ഷേ എന്താ? തായ്ലൻഡിലും മാലദ്വീപിലും ഒക്കെ പോയി പഠിക്കാൻ ഒരുപാട് പൈസയാവില്ലേ? കേരളത്തിലുള്ള ഒരാൾക്ക് ഇത് പ്രായോഗികമാണോ? അതാണ് ഏറ്റവും നല്ല വാർത്ത. ഈ ലോകയാത്ര തുടങ്ങാൻ നമ്മൾ എങ്ങോട്ടും പോകണ്ട. പിന്നെ നിങ്ങളുടെ നോട്ടിൽ തന്നെ പറയുന്നുണ്ട്, കോവളത്തും അംഗീകൃത പാഡി ഡൈവ് സെന്ററുകളുണ്ട്. ഓ, നമ്മുടെ നാട്ടിലോ? ഉദാഹരണത്തിന് കോവളത്തുള്ള ബോൺ സഫാരി. അവിടെ പോയി ഒരു ഓപ്പൺ വാട്ടർ കോഴ്സിന് ചേർന്നാൽ മതി. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ലോകം ചുറ്റാനുള്ള യാത്ര തുടങ്ങുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ. കൊള്ളാം. അതെ. നിങ്ങളുടെ നോട്ടിൽ പറയുന്ന ആ 3 സ്റ്റെപ്പുകൾ വളരെ ലളിതമാണ്. 1, അടുത്തുള്ള ഒരു പാഡി സെന്ററിൽ പോവുക. ഓക്കെ. 2, ഓപ്പൺ വാട്ടർ കോഴ്സിന് ചേരുക.
3 അവിടുത്തെ ഇൻസ്ട്രക്ടറോട് സീറോ ടു ഹീറോ പ്രോഗ്രാമിനെക്കുറിച്ച് ചോദിക്കുക. ആ, സീറോ ടു ഹീറോ എന്ന ആശയം ഒന്ന് വിശദീകരിക്കാമോ? അതൊരു തരം പാക്കേജ് പ്രോഗ്രാമാണ്. നിങ്ങളെ ഒരു തുടക്കക്കാരനിൽ നിന്ന് നേരിട്ടൊരു പ്രൊഫഷണൽ തലത്തിലേക്ക്. ഓക്കെ, ഒറ്റയടിക്ക്. അതെ, അതായത് ഡൈവ് മാസ്റ്ററോ ഇൻസ്ട്രക്ടറോ ആക്കി മാറ്റുന്ന ഒരു കോഴ്സ്. ഓരോ ലെവലും വെവ്വേറെ ചെയ്യുന്നതിന് പകരം ഒരുമിച്ച് ചെയ്യുമ്പോൾ സമയവും പണവും ലാഭിക്കാം. കരിയറാക്കാൻ ഉറപ്പിച്ച ഒരാൾക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണത്. തീർച്ചയായും. അപ്പോൾ താൽപ്പര്യവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുമുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ ഈ ഗ്ലോബൽ കരിയറിലേക്ക് ചുവടുവെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. തീർച്ചയായും. അപ്പോൾ നമ്മൾ കണ്ടതെന്താണ്? സ്കൂബ ഡൈവിംഗ് എന്നത് കേരളത്തിലെ യുവജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ലോകോത്തര നിലവാരമുള്ളതും സാമ്പത്തികമായി സുരക്ഷിതവുമായ ഒരു കരിയറാണ്. ശരിയാണ്. ഇതൊരു 9 to 5 ജോലിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി മാത്രമല്ല. പാഷനും സാഹസികതയും പ്രകൃതി സ്നേഹവും സാമ്പത്തിക ഭദ്രതയും എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു പുതിയ ജീവിത രീതിയിലേക്കുള്ള വാതിലാണ്. ഈ ചർച്ച ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ തന്നെ റിസർച്ച് കാണിച്ചു തരുന്നത് വലിയൊരു സാധ്യതയാണ്. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ സംസാരം കേട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടി ആലോചിക്കണം. എന്താണത്? ഈ ജോലി നിങ്ങളുടെ ബാങ്ക് ബാലൻസ് മാത്രമല്ല മാറ്റാൻ പോകുന്നത്. എല്ലാ ദിവസവും അതിരുകളില്ലാത്ത കടലിനെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾക്കും അതിരുകളില്ലാതാവുമോ? ആ ഒരു മാറ്റം അത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക?